ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കുന്നത്. രാവിലെ നീച്ച് ചായ കുടിയും എല്ലാം കഴിഞ്ഞു. അമ്മേൻ്റെ അടുക്കളത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ അമ്മേൻ്റെ സാരികളൊക്കെ പഴയ സാരികളൊക്കെ എടുത്ത് ഒന്ന് റീഅറേഞ്ച് ചെയ്യാണ്. അപ്പം നമ്മളെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ഇതൊക്കെ അമ്മയുടെ സാരികളാണ് കേട്ടോ. ഇനിയുണ്ട് അപ്പുറത്തെ ഷെൽഫിലും അലമാരിലൊക്കെ ഇനിയുണ്ട് ഇഷ്ടം പോലെ. ഇത് അമ്മേൻ്റെ കല്യാണ സാരി ഇതൊക്കെ നല്ല നൈസാണ്. നല്ലൊരു പച്ച കളറ് സാരി. ഒരുപാട് സാരികളുണ്ട് കേട്ടോ അമ്മേൻ്റെ അടുത്ത്. കളറൊക്കെ അടിപൊളി. കല്യാണ സാരി എവിടെ? ഇത് അമ്മേൻ്റെ സൽക്കാര സാരി. പക്ഷെ ഇത് നല്ല നൈസാണ്. എൻ്റെ അടുത്തൊരു സൽക്കാര സാരി, നല്ല അടിപൊളി കളറ്. അതുകൊണ്ടൊക്കെ എന്തെങ്കിലും അടിച്ചാലും അടിപൊളി കേട്ടോ. അമ്മ ഒന്നും അടിക്കാൻ തരില്ല. അമ്മ ഇട്ടിട്ടില്ലെങ്കിൽ അമ്മ ഒന്നും അടിക്കാനും ഇതാക്കാനൊന്നും തരില്ല. ഇത് മൊത്തം എടുത്ത് ക്ലീൻ ചെയ്യാട്ടോ അമ്മ. അമ്മേൻ്റെ അടുക്കളത്തെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാണ് ഇപ്പം അടുത്ത പണി. ഇതമ്മ കാശ്മീരോ അവിടെ എവിടേക്കോ പോകാനും വേണ്ടിയിട്ട് പൈസ കൂട്ടി വെച്ചതാണ്. പക്ഷെ വേറൊരു കോമഡി എന്താ വെച്ചാൽ അമ്മക്ക് തണുപ്പ് പറ്റൂല. ഈ സാരിയൊക്കെ വേണ്ടവര് നല്ല കമൻറ്റ് ചെയ്യട്ടോ. സാരിയൊക്കെ അമ്മ കൊടുക്കുകയാണെന്നാണ് പറയണത്. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്താൽ തരും. കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് ഓണത്തിന്റെ സാരികൾ നല്ല അടിപൊളി കളറാട്ടോ. ഇത് വീഡിയോയിൽ കാണുന്നേക്കാട്ടി അടിപൊളിയാണ് നേരിട്ട് കാണുമ്പോൾ. ഓറഞ്ച് കളറായിരുന്നു ഞാൻ അമ്മമ്മക്ക് ഓണക്കോടി ആയിട്ടൊന്ന് കൊണ്ടുകൊടുത്തിരുന്നു. അമ്മമ്മ കാറ്റൊക്കെ കൊടുത്തു. ഫസ്റ്റ് പരിപാടി എന്താ വെച്ചാൽ അപ്പം ഇന്നിപ്പോൾ കുളിക്കണം. നാളെ നമ്മൾ ഉച്ചയ്ക്ക് കണ്ണൂർ പോവാണ്. അപ്പം ഇന്നിപ്പോൾ കുളിക്കണം. നാളെ കുളിക്കും കേട്ടോ. ഇന്ന് കുളിക്കുമ്പോൾ ഏതായാലും എന്തെങ്കിലും മുഖത്ത് എന്തെങ്കിലും ഇടണം. കാരണം മുഖം ആകെ എന്തൊക്കെയോ പോലെ ആയിട്ടുണ്ട്. തണുപ്പല്ലേ, അതുകൊണ്ട് മുഖം ആകെ ഡ്രൈ ആയി എന്തോ പോലെ ആയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇത് പിന്നെ അമ്മ സെറ്റാക്കിക്കോളും. ഇനി ഞാൻ പോയിട്ട് ഫേസ് പാക്ക് വല്ലതും ഇട്ടാം നമുക്കും കാണിത്തരാം. ഓക്കെ. ഇന്നലെ എനിക്ക് ഏട്ടനൊരു റീൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. കർമൂസേൻ്റെ ഇലയും പിന്നെന്താ കടലമാവും തേനും കൂടെ തേക്കുന്നത് മുഖത്തുള്ള കുരുവിൻ്റെ അടയാളമൊക്കെ പോകുമെന്ന് പറഞ്ഞിട്ട്. അപ്പം അതൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഇനി അതും കൂടി ഞാൻ പരീക്ഷിക്കാനുള്ളൂ. അപ്പം അതും കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പം നമുക്ക് പറിക്കാം. നല്ല ടോപ്പിലാണ്, നമുക്ക് കയറേണ്ടി വരും. വളരെ ക്വാണ്ടിറ്റി കുറവാട്ടോ എടുത്തത് ഇല. കാരണം പപ്പായൻ്റെ ഇലയാണ്, കറുണ്ടാവും. ഇല മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പം ഇനിയിപ്പോൾ പൊള്ളു എന്താണെന്നൊന്നും എനിക്കറിയില്ല. നാളാണെങ്കിൽ കണ്ണൂരൊക്കെ പോകാനുണ്ട്. അപ്പം നമുക്ക് എന്തായാലും നോക്കാം. ഞാൻ കുറച്ച് ഇല ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിക്ക് കടലമാവും പിന്നെ തേനുമാണ് ചേർക്കാനുള്ളത്. ഞാൻ മിക്സ് ആക്കിയിട്ട് കാണിച്ചു തരാം. അപ്പം ഇതാ ഞാൻ അരിച്ചെടുത്തു കേട്ടോ. അരിച്ചിട്ട് നല്ല അരിച്ചെടുത്ത് ഈ കടലമാവ് ചേർക്കാം കേട്ടോ. നമുക്ക് കടലമാവ് ഇട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഹണി ചേർക്കാം. ഇനി രണ്ടും കൂടെ നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ നമുക്ക്. അപ്പം ഇനി നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ അതിനെങ്കിൽ കൊണ്ടുവന്നു. ഇതിൻ്റെ സ്മെല്ലൊരു മതി. അത് മൊത്തം തേച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ ഫേസ് ഫുള്ള് തേച്ച് വലിയ തേച്ച് തോന്നില്ല. അമ്മയുടെ പണി ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കേട്ടോ. മൊത്തം സെറ്റാക്കി കൊണ്ട് നിൽക്കാം. ഇപ്പോൾ ഞാൻ ഫേസൊക്കെ നല്ല വാഷ് ചെയ്ത് വരികയാണ് കേട്ടോ. എനിക്കെന്താ കണ്ടിട്ട് തോന്നണേ, എനിക്ക് എൻ്റെ ഫേസിനൊരു ഗ്ലോ ഒക്കെ വന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അടിപൊളി. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല.
നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കിട്ടോ. അപ്പോൾ ഇതാ കുളിയൊക്കെ കഴിഞ്ഞെത്തി. ഇനി കുറച്ച് സ്കിൻ കെയറും പരിപാടികളൊക്കെ. സ്കിൻ കെയർ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, ജസ്റ്റ് മോയ്സ്ചറൈസറൊക്കെ തേക്കും. കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ ഗ്ലിസറിനും റോസ് വാട്ടറും തേക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞേക്കാം. നമ്മൾ ഇപ്പോഴത്തെ ഈ ഒരു ക്ലൈമറ്റിൽ ഗ്ലിസറിനും റോസ് വാട്ടറും നല്ലതാണ്. നമ്മളെ ബോഡിയൊക്കെ മുളയുന്നതിനും അതിനൊക്കെ പറ്റും. ഡ്രൈ ആവുമല്ലോ, അപ്പോൾ അതിനൊക്കെ തേക്കും. അടുത്തത് മോയ്സ്ചറൈസറാണ്. നിവ്യേൻ്റെ മോയ്സ്ചറൈസറാണ്. ഇത് നല്ലൊരു സാധനം. നിവ്യേൻ്റെ അധികം യൂസ് ആക്കാറുള്ളൂ. നിവ്യേൻ്റെ മോയ്സ്ചറൈസർ. ബാക്കിയുള്ളത് നമ്മൾ കൈമേൽ കാലുമൊക്കെ തേക്കും. ഓക്കെ, കുളിക്കുമ്പോൾ തന്നെ മൈൻഡിനും ഒക്കെ ഒരു ഫ്രഷ്നെസ്സാണ്. പക്ഷെ നമ്മൾ 2 ദിവസം കുളിക്കുമ്പോഴേ കുളിക്കുള്ളൂ. നോൽമ്പായപ്പം എന്നും കുളി ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ തന്നെ കുളിക്കും, അമ്പലത്തിലൊക്കെ പോകും. നോൽമ്പ് കഴിഞ്ഞാൽ പിന്നെ ഇന്നലെ കേട്ടോ അൽഫാമും മന്തിയൊക്കെ. ഇന്നലെ നമ്മൾ നോൽമ്പ് മുറിച്ചു. ഇന്നിപ്പോൾ വലിയ സ്പെഷ്യലൊന്നുമില്ല. നമ്മൾ ഉച്ചക്കത്തെ സ്പെഷ്യല് മോരുകറി കേട്ടോ. മോരുകറി, ഉപ്പേരി, മീൻ പൊരിച്ചതൊക്കെ ഉണ്ട്. മോരുകറി ഉണ്ടാകുമ്പോൾ എനിക്ക് മോരുകറി മാത്രം കൂട്ടി ചോറിനാണ് ഇഷ്ടം. ബാക്കിയൊന്നും എനിക്ക് അത്ര ഇഷ്ടമില്ല. മോരുകറി ആ ടേസ്റ്റാണ് അമ്മ ഉണ്ടാക്കുന്ന മോരുകറി. അപ്പോൾ ഇതാ വൈകുന്നേരമായി. ഞങ്ങളൊരു ഉറക്കമൊക്കെ ഉറങ്ങി നീച്ചതാണ്. അപ്പോൾ ഇനി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് വീട്ടിലേക്ക്. അപ്പം ഷോപ്പ് പോയിട്ട് വരാം. ഞാൻ അവിടെ ചായക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇന്നത്തെ സ്പെഷ്യൽ മാഗി. ഇതാണ് ഞങ്ങളുടെ ചോട്ടു. പമ്മത വിളക്കൊക്കെ കത്തിച്ചു. അപ്പോൾ ചായയും നല്ല മാഗി, ചപ്പാത്തി ഉണ്ട്, കറി ഉണ്ട്. ഇതൊക്കെ ആയിട്ട് ഒന്ന് ഈവനിങ്ങത്തെ സ്പെഷ്യല്. അഭിപ്രായം പറയേണ്ട ചായൻ്റെ ഞാൻ കുറച്ച് അപ്പം ഇതാണ് നമ്മളെ ഫസ്റ്റ് വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. നെക്സ്റ്റ് ഒരു ഫാമിലി വ്ളോഗായിട്ട് പിന്നെ ഒരു ദിവസം കാണാനായിരിക്കും. ബൈ.